സംരംഭകത്തിലേക്ക് വരുന്ന എല്ലാവരും ഹാർഡ് വർക്കിനുള്ള ഒരു കാൽവെപ്പോടുകൂടി തയ്യാറെടുപ്പോടുകൂടി ആണ് മുന്നോട്ട് വരേണ്ടത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ സ്റ്റാർട്ടപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായേക്കാം. നമ്മുടെ പ്രോഡക്റ്റ് എന്തായാലും അതിനൊരു ഡിമാൻഡ്, മാർക്കറ്റാണ് അൾട്ടിമേറ്റ് ടെസ്റ്റ്. മാർക്കറ്റിൽ വിജയിക്കണം, അതിനുവേണ്ടി അതൊരു ഇന്നോവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുണ്ടാവണം. മാറുന്ന കാലമനുസരിച്ച്, മാറുന്ന സാഹചര്യം അനുസരിച്ച്, കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് മാറ്റം വരുത്തുന്നതിനും നമ്മൾ തയ്യാറായിരിക്കും. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു കോസ്റ്റിലോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടും. പക്ഷേ എന്തുകൊണ്ടാണ് സംരംഭകത്തിലേക്ക് കൂടുതൽ പേരും വരാത്തത്? ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ കൂടുതലും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വീട് വിൽക്കുന്നതിനും എക്സ്പെൻസീവായ കാർ വാങ്ങിക്കുന്നതിനും ഒക്കെ പൈസ ചെലവഴിക്കുന്നു. ഒരിക്കലും ഇക്കണോമിക്കലി ഒരു നല്ലൊരു ആക്ടിവിറ്റി അല്ല. അതേസമയം ഞങ്ങളൊക്കെ ആലോചിക്കും, ഇങ്ങനെ ചെയ്യുന്നവർ രണ്ടുപേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ ഇക്കണോമിക്ക് വികസനം ഉണ്ടാകുമായിരുന്നു. എന്റെ മുമ്പിൽ പരാതിയുമായിട്ട് വരുന്ന പലരും ഒരു സംരംഭകത്വം തുടങ്ങാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വരുന്നവരെക്കാൾ അധികം ഈ വ്യവസായ സ്ഥാപനം പൂട്ടണം, ഇവിടെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ പറഞ്ഞു വരുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. നമ്മുടെ സിവിക് സെൻസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ സമീപത്ത് ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. ഈവൻ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകൾ, ലോകോത്തര പ്രോജക്റ്റ് നടപ്പിലാക്കാമെന്ന് കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പറഞ്ഞാൽ നമ്മൾ അനുവദിക്കും, നമ്മുടെ ആൾക്കാരെ അനുവദിക്കില്ല. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ സിവിക് സെൻസ് ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വ്യവസായം ചെയ്യാൻ പറ്റുമെന്ന് കരുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹാർഡ് വർക്കിന്റെ ആവശ്യകത.